IPL 19 സീസണിൽ നടന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ RCBക്ക് ഒരു മിന്നൻ ജയമാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നേടാനായത്. നമ്മുടെ എതിരാളിയായിട്ടുള്ള ഹൈദരാബാദായിരുന്നു. ഹൈദരാബാദിനെ അവരുടെ അതേ ഇഷാൻ കിഷൻ്റെ ഒരു അതിവേഗ ഇന്നിങ്സ് നമ്മൾ കാണാൻ സാധിച്ചു. പക്ഷേ മറുഭാഗത്ത് നമുക്ക് ദേവദത്ത് പടിക്കലിൻ്റെയും വിരാട് കോഹ്ലിയുടെയും അതിവേഗ ഇന്നിങ്സുകളിലൂടെ അവർ വിജയലക്ഷ്യം പിന്തുടർന്നു വിജയിക്കുകയും ചെയ്തു. ഒരു മികച്ചൊരു കളിയായിരുന്നു. പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കോഹ്ലിയുടെ ഒരു മികച്ച പ്രകടനം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ്റെ മികച്ച പ്രകടനം ഉണ്ടാകുന്നുണ്ട്, ദേവദത്ത് പടിക്കലിൻ്റെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹൈദരാബാദിൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കും അവരുടെ വലിയൊരു ബാറ്റിംഗ് നിരയാണ്. പക്ഷെ അവിടുന്ന് ഒരു പ്രതീക്ഷിച്ചൊരു വലിയ വെടിക്കെട്ട് ഒന്നും ഉണ്ടായില്ല. ആരാധകർ പ്രതീക്ഷിച്ചതായിരുന്നു. നമ്മുടെ അഭിഷേകിനും ഉൾപ്പെടുന്ന ഒരു വലിയ ബാറ്റിംഗ് നിരയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ 300 അടിക്കും പ്രതീക്ഷിക്കുന്ന ഒരു ടീമായിരുന്നു ഹൈദരാബാദ്. കാരണം അതിനുള്ള ഒരു വിസ്ഫോടന ശേഷിയുള്ള ടീമാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ്. ഈ പറഞ്ഞ പോലെ തന്നെ അഭിഷേകും ഇഷാൻ കിഷനും ട്രാവിസ് ഹെഡും കൂടെ ചേരുമ്പം അത് വലിയൊരു ആരെയും ഏത് കൊമ്പന്മാരെ അടിച്ച് പറത്താവുന്ന. പക്ഷേ ഡഫി എന്ന് പറഞ്ഞൊരു ബോളർ വന്നിട്ട് പവർ പ്ലേയിൽ 2 വിക്കറ്റ് 3 വിക്കറ്റ് ഇടുമ്പോഴേക്ക് ഹൈദരാബാദിന്റെ കാറ്റഴിയുന്നൊരു അവസ്ഥയാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ നോക്കണം, പവർ പ്ലേയിൽ ആ ടോപ്പ് ഓർഡറിൽ വിക്കറ്റുകൾ വീണിട്ടും അവർ 200 മുകളിൽ റൺസ് എടുക്കുന്നുണ്ട്. ആ ബാറ്റിങ്ങിന്റെ ഡെപ്ത് തന്നെയാണ് കാണിക്കുന്നത്. അങ്കിത് വർമ്മ ലാസ്റ്റ് മിഡിൽ ഓർഡറിലും ഇഷാൻ കിഷൻ ക്യാപ്റ്റൻ ഇഷാൻ കിഷനും മികച്ച രീതിയിൽ അവർക്ക് സ്കോർ കൊണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞ ടോപ്പ് ഓർഡറിൽ ഡഫിയുടെ 3 വിക്കറ്റ്, ടോപ്പ് ഓർഡറിലെ 2 വിക്കറ്റ്, ഒരു ഓവറിൽ തന്നെ 2 പേരും വീഴ്ത്താനൊക്കെ പറ്റിയിട്ടും ഹൈദരാബാദിന് 200 അടിക്കാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ ബാംഗ്ലൂരിന്റെ ബോളിംഗ് നിരയുടെ കരുത്തിനും കൂടെ കാണിക്കുവാണ്. ഈ പറഞ്ഞ പോലെ ഡഫിക്ക് മാത്രം മാറ്റി നിർത്തിയാൽ മറ്റേ 200 കൺസിഡർ ചെയ്യേണ്ടിയിരുന്നു ഫസ്റ്റ് മത്സരത്തിൽ തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാറ്റിങ്ങിലേക്ക് എത്തുമ്പോൾ അവിടെ പഠിക്കലും ഫസ്റ്റ് വിക്കറ്റ് വേണ്ട ശേഷം പഠിക്കലൊരു ഇമ്പാക്ട് പ്ലെയർ, ശരിക്കും ഇമ്പാക്ട് പ്ലെയർ എന്താണെന്ന് തെളിയിച്ചൊരു മത്സരമായിട്ട് കാണേണ്ടി വരും. അത് ഇമ്പാക്ട് നല്ല രീതിയിൽ ആക്രമിച്ച് കളിച്ചു. കോഹ്ലി അതുപോലെ തന്നെ വിജയനിമിഷം വരെ കോഹ്ലിക്കും നന്നായി കളിക്കാൻ പറ്റി. പടിതാർ വന്നു, ക്യാപ്റ്റൻ വന്നിട്ട് ക്യാപ്റ്റൻ്റെ ഒരു സെൻസിബിൾ ഇന്നിങ്സ് പറയാൻ വേണ്ടി അതിവേഗം റൺസ് ഉയർത്താൻ വേണ്ടി പടിതാറിനും പറ്റുന്നുണ്ട്. മത്സരം പെട്ടെന്ന് തന്നെ പിടിയിലെടുക്കാൻ വേണ്ടി പറ്റിയൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഹൈദരാബാദിന് വലിയൊരു സ്കോർ പ്രതീക്ഷിക്കുന്നു. 200 അവർക്ക് ആരാധകർക്ക് വേണ്ടി ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് ഒരുക്കാൻ പറ്റി വെച്ചാൽ ചിലപ്പോൾ ഹൈദരാബാദ് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷേ ഒട്ടും മോശമല്ല, 200 റൺ ഒട്ടും മോശമായിട്ടല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ സീസൺ തൊട്ടാണ് 200 എല്ലാ മത്സരത്തിലും ഇങ്ങനെ വരുന്നത്. അതിന് മുന്നേ 200 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ സ്കോറായിരുന്നു. അപ്പോൾ ഹൈദരാബാദിൻ്റെ ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന് നന്നായി ചേസ് ചെയ്ത് വീഴ്ത്താൻ വേണ്ടി RCBക്ക് പറ്റിയിട്ടുണ്ട്. അതായത് നിലവിലെ ചാമ്പ്യന്മാർ, ആ ചാമ്പ്യന്മാരുടെ കുറത്ത പ്രകടനം തന്നെയാണ് ഫസ്റ്റ് മത്സരത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ബാംഗ്ലൂരിലെ ഇന്നലത്തെ മത്സരം നോക്കുമ്പോഴത്തേക്ക് ഒരു ബാറ്റിംഗ് അനുകൂലമായ ഒരു ട്രാക്കായിരുന്നു. പക്ഷേ ഡെഫിയുടെ ബൗളിംഗ് ഇപ്പോൾ ലിജിം പറഞ്ഞ നല്ല മികച്ച രീതിയിലാണ് പവർ പ്ലേയിൽ ഡെഫി ബൗൾ ചെയ്യുന്നുണ്ട്. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോകുന്നുണ്ട്, ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് പോകുന്നുണ്ട് തുടക്കത്തിൽ തന്നെ പവർ പ്ലേയിൽ തന്നെ. അതുപോലെ തന്നെ ഈ വിക്കറ്റുകൾ പോകുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നത് ഇഷാൻ കിഷനെ തന്നെയാണ്. പക്ഷെ അവിടെ ക്ലാസ്സിനുമായിട്ട് ചേർന്ന് ഇഷാൻ കിഷൻ മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ കൂട്ടുകെട്ടാണ് അവരെ വലിയൊരു സ്കോറിലേക്ക് എത്തിക്കുന്നതും വലിയൊരു പോരാളി 200 മുകളിലുള്ള സ്കോറിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ക്ലാസ്സിന് പുറത്താവുന്നത്. ക്ലാസ്സിൻ്റെ സാൾട്ടാണ് ഫീൽഡിംഗ് ലൈനിൽ വെച്ച് ക്യാച്ച് പിടിച്ചത്. ആ വിവാദ ക്യാച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം തൊട്ടിരുന്നുണ്ട്. അത് ഔട്ടല്ലെന്നും ഔട്ടാണെന്നും വാദിക്കുന്ന 2 വിഭാഗങ്ങളുണ്ട്. പക്ഷെ ആ ഒരു ക്ലാസിന്റെ ആ പുറത്താലില്ലായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഒരു ഹൈദരാബാദ് ഒരു 230 റൺസിലേക്ക് എത്തിയാണ്. പക്ഷെ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതേ നാണയത്തെ തിരിച്ചടിച്ച് 2 താരങ്ങളായാലും അവിടെ ജയിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ 26 ബോൾ ബാക്കി നിൽക്കുകയാണ് ഇവർ 200 ചേസ് ചെയ്തെടുത്തത്. ഈ കോഹ്ലി ടീം അത് നമുക്കറിയാം. അവർ 250 ആയിരുന്നെങ്കിൽ തന്നെ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ, ഹൈദരാബാദിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. ഹൈദരാബാദിന്റെ ബോളിംഗ് നിരയുടെ പ്രകടനം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ പഠിക്കലും കോഹ്ലിയും പടിതാറും പെട്ടെന്ന് തന്നെ സ്കോർ ഉയർത്താൻ വേണ്ടി പറ്റുമെന്ന് പറയുമ്പോൾ 250 അടിച്ചെങ്കിലും ഇന്നലെ ചാമ്പ്യന്മാർക്കിടയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി ഹൈദരാബാദിന് പറ്റുമായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ചാമ്പ്യന്മാരുടെ പ്രകടനം അത് കോഹ്ലി T20 വീണ്ടും കളിക്കുന്ന കാണാൻ വേണ്ടി ആരാധകർ കാത്തിരുന്നു. കോഹ്ലി ഇറങ്ങുന്നത് നമ്മൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല. കോഹ്ലി ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങുന്നത് T20 ഇറങ്ങുന്ന ആ ഒരു നിമിഷം കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണല്ലോ. ഇനിയിപ്പം കോഹ്ലിനെ പോലെ തന്നെ രോഹിത് ശർമ്മക്കും ഇവർ T20 IPL തന്നെയാണ് വരുന്നത്. ആ കോഹ്ലി ആരാധകരെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഈ വിരാട് കോഹ്ലിയും പഠിക്കലും ചേർന്നുള്ള 100+ കൂട്ടുകെട്ടാണ് ഇന്നലെ വന്നത്. കഴിഞ്ഞ സീസൺ തൊട്ടേ അവരത് നല്ല രീതിയിൽ കളിച്ചു വരുന്നുണ്ട്. കോഹ്ലി 4000 റൺസ് ചേസിംഗ് എന്ന് പറഞ്ഞാൽ കോഹ്ലി തന്നെയാണ്. അതിൽ വേറെ ഒരു വരുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ അത് നമ്മൾ കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ പറയായിരുന്നു കോഹ്ലി ചെയ്യേണ്ട കോഹ്ലിയുടെ ഇന്നിങ്സ് ആണ് സഞ്ജു എന്ന് കളിച്ചത് ഇന്നിങ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം കോഹ്ലിനെ നമുക്ക് മിസ് ചെയ്തിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഇന്നലെ അതാണ് 200 റൺസ് ചേസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വിക്കറ്റ് പോകുന്ന സമയത്ത് ചേസ് ചെയ്യണമെങ്കിൽ കോഹ്ലി ക്രീസിൽ ഉണ്ടാവണമായിരുന്നു. കോഹ്ലി അത് ക്ലിയറായി ചെയ്തിട്ടുണ്ട്. കോഹ്ലി എന്താണെന്നുള്ളത് കോഹ്ലിയുടെ ആരാധകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. കോഹ്ലിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ 2ാം ഓവർ തന്നെയാണ് ഫിൽ
പൃഥ്വി സാൾട്ട് ഔട്ട് ആവുന്നത്. അതെ. ഈ സാൾട്ട് ഔട്ട് ആയതിനു ശേഷമാണ് ദേവത്ത് പടിക്കൽ വരുന്നത്, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത്. അവിടെ ഈ കോഹ്ലിയുടെ ഒരു മികച്ച ഇന്നിങ്സ് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് RCB സമ്മർദ്ദത്തിലായാണ്. പക്ഷെ തുടക്കത്തിൽ തുടക്കം ഒരു സമയം കൊടുക്കുമ്പോഴേക്കും അത് ദേവത്ത് പടിക്കലിന് സ്കോർ എന്താണ് റെക്കോർഡായിട്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റി, അതായത് റൺസ് അടിച്ച് കയറ്റാൻ വേണ്ടി പറ്റിയിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇതായി മാറിയത്. കാരണം ആ വേഗത്തിൽ കളിക്കാൻ വേണ്ടി പറ്റി, സമ്മർദ്ദം അകറ്റാൻ വേണ്ടി പറ്റി. പടിക്കൽ വീണ ശേഷം പടിതാറ് പെട്ടെന്ന് റൺ ഉയർത്തുന്നു, റെക്കോർഡായിട്ട് കുറഞ്ഞു വരുന്നു. അപ്പോൾ കോഹ്ലിക്കും പിന്നെ വലിയ ഇതില്ല, ഞാൻ പറഞ്ഞ 26 ബോൾ ബാക്കിയിലേക്ക് വിജയിക്കാൻ വേണ്ടി 200 എടുക്കാൻ വേണ്ടി പറ്റുന്നു. വലിയ ആശങ്കയില്ലാണ്ട് തന്നെ ഒരു ടെൻഷൻ ഒന്നുമില്ല. പടിക്കല് പുറത്താവുന്ന 8ാമത്തെ ഓവറിലാണ്, ആ ഓവറിൽ തന്നെ സ്കോർ 100 കിടക്കുന്നുണ്ട്. RCB ഏറെക്കുറെ വിജയം ഉറപ്പിക്കുന്നുണ്ട് ആ നിമിഷത്തിൽ തന്നെ. അതുപോലെ നമുക്ക് കോഹ്ലി ക്രീസിലുണ്ട് താനും, ആശങ്കയില്ലാതെ കളി RCB മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും പിന്നെ ഈ നമ്മൾ ഹൈദരാബാദിന്റെ ബോളർമാര് കോഹ്ലിക്കോ ഒരു വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നില്ല. അവർ നമ്മൾ വളരെ നേരത്തെ അവർ ജയിക്കുന്നുണ്ട്. 200 ബോളിന്റെ സ്കോർ വളരെ നേരത്തെ തന്നെ, 24 ബോൾ അവശേഷിക്കുക വിജയത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് ആദ്യ മത്സരത്തിൽ തന്നെ ഹൈദരാബാദിനെ പോലെ ഒരു ടീമാണ്, നല്ല ടീമാണ്, നല്ല ടീമാണ്, നല്ല ബൗളിങ്ങും ബാറ്റിങ്ങും മെച്ചപ്പെട്ടാണ്. പക്ഷെ നമ്മൾ എല്ലാ തവണയും പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ഇവരുടെ കാര്യം ബാറ്റിംഗ് ഒക്കെയാണ്. ഹൈദരാബാദിന്റെ ടീമിന്റെയും ബോളിങ്ങിന് ഇപ്പം പറയണം, ഈ പറഞ്ഞ പോലെ കോഹ്ലിയുടെ ഈ പറഞ്ഞ വലിയ ബാറ്റിംഗ് നിരയാണെങ്കിൽ കൂടി ബംഗളൂരു 200 വഴങ്ങുന്നുണ്ട്, ഹൈദരാബാദ് വഴങ്ങുന്നുണ്ട്. ഇതിലിപ്പം ഇനി മുന്നോട്ടുള്ള മത്സരത്തിൽ നോക്കുമ്പോൾ RCBക്ക് ഒരു നിലവിലെ ചാമ്പ്യന്മാർക്ക് ആ കിരീടം നിലനിർത്താൻ പറ്റുന്ന പോരാട്ടം, നമ്മൾ ഏറ്റവും കൂടുതൽ കിരീടം നിലനിർത്തുന്ന പ്രതീക്ഷിക്കുന്ന ടീമുകളൊന്നാണല്ലോ. അതിൽ കോഹ്ലിയുടെ ഫോമും ഈ പടിതാറിന്റെ ക്യാപ്റ്റൻസി അത് എടുത്തു പറയുന്നത്. മികച്ച രീതിയിൽ ബോൾ കൺട്രോൾ ഫീൽഡിംഗ് സെറ്റ് ഒരുക്കാൻ വേണ്ടി പടിതാറ് പറ്റുന്നുണ്ട്. ഒരു ബാറ്റിങ്ങിന് കൈവശം അത്ര കണ്ട് എല്ലാ മത്സരങ്ങളും മികച്ച തുടക്കം ഈ സീസണിൽ നൽകാൻ വേണ്ടി പറ്റുന്നുണ്ട്. പടിക്കലും കോഹ്ലിയും നേരുന്ന ബാറ്റിംഗ് നിര, ഡഫിയുടെ ബോളിംഗ് ഡ്രീം ഒരു ഡെപ്റ്റ് നല്ല രീതിയിൽ ഒരു തുടക്കം എങ്ങനെയാണോ വേണ്ടത് മികച്ച അരങ്ങേറ്റം തന്നെ നടത്താൻ ഡഫിക്ക് പറ്റുന്നുണ്ട്. 3 വിക്കറ്റ്, അത് സൂപ്പർ വിക്കറ്റുകൾ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഡഫിയുടെ ബോളിംഗ് ആയി ഈ പറഞ്ഞ പോലെ ബോളിംഗിൽ ബാക്കി ആശങ്കയുടെ കിടക്കുന്നുണ്ട്, 200 വഴങ്ങുന്ന ടീമുടെ കിടക്കുന്നുണ്ടെങ്കിൽ ഡഫി ഉണ്ട്. ബാറ്റിങ്ങിൽ കോഹ്ലിയും പടിതാറും നമ്മുടെ പടിക്കലും എല്ലാം വരുന്നുണ്ട്. ഈ ക്യാപ്റ്റൻസി ആകുമ്പം RCBക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് മുന്നോട്ട് പോലെ മത്സരങ്ങൾക്ക്. ഇനി വലിയ പ്രശ്നമാണ് പോകുന്നത്. നേരെ കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. ഇഷാൻ കിഷൻ ക്യാപ്റ്റൻ, ഇഷാൻ കിഷൻ ഫോമിലാണ്. പക്ഷേ വിക്കറ്റ് കീപ്പിങ്ങിൽ അദ്ദേഹം ചെറുതായിട്ടൊന്ന് പാളിയെന്ന് സംശയമുണ്ട്. 2 ബൈ-4 പോകുന്നുണ്ട്. അത് ഒന്ന് ബോൾ സ്പിൻ ചെയ്തൊക്കെ മുന്ന് കുത്തി പോകുന്നതാണ്, എങ്കിൽ കൂടി അതൊരു ചെറിയ ഇതാവുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 2 ടീമിൽ വിക്കറ്റ് കീപ്പ് ചെയ്യണം വേറെ ആൾക്കാരായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ബോളിംഗ് ആണ് അത് എല്ലാ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടാണ് ബോളിങ്ങിൽ വൻ പ്രശ്നമായി മാറുന്നുണ്ട്. ഉറക്കിടക്ക തല്ല് വാങ്ങുന്ന ഒരു ഇത് വിട്ടുവീഴ്ച ഒന്നും നോക്കുന്നില്ല, നന്നായിട്ട് റൺ വഴങ്ങുവാണ്. ആ ഒരു വർഷം അവരുടെ ഈ ബാറ്റിംഗ് സ്ട്രോങ് ആവുന്നതോറും ഈ ബോളിങ്ങിൽ ഒരു ഭയങ്കര വീക്കായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലത്തെ മത്സരത്തിലോട്ട് നോക്കുമ്പോൾ ഈ അഭിഷേകിന് ഒരു വലിയ ഷോട്ട് കളിക്കാൻ തുടക്കത്തിൽ സാധിച്ചില്ലെങ്കിലും പക്ഷെ പിന്നീട് അദ്ദേഹം താളം കണ്ടെത്തുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അവിടെയാണ് ഇവർ ഡെഫി വരുന്നത്. ഡെഫിയുടെ പന്തുകളെ നേരിടാൻ പ്രയാസപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഡെഫിയാണ് അഭിഷേകിനെ പുറത്താക്കുന്നത്. അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡിനെ ഡെഫി പുറത്താക്കുന്നുണ്ട്. ഈ 2 വിക്കറ്റ് പോകുന്നതോടെയാണ് ഒരു സമ്മർദ്ദത്തിലേക്ക് വരുന്നത്. അതിനിടയ്ക്കാണ് ട്രാവിസ് ഹെഡ് പുറത്താവുന്നത്. അതിനുശേഷം ഒരു വലിയ സ്കോർ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്കിവിടെ ക്ലാസ്സിനുണ്ട് ഇഷാൻ കിഷൻ ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഹൈദരാബാദിനുണ്ടായിരുന്നു. പക്ഷെ അവർ ആ കോൺഫിഡൻസ് അനുസരിച്ചാണ് കളി മുമ്പോട്ട് പോയത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഹൈദരാബാദിന്റെ ബാറ്റിംഗിന് സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു സ്ട്രെങ്ത് വലിയൊരു ഡെപ്ത് ആണ്. അത് മറ്റൊരു ടീമിനെക്കാളും ഒരു തട്ട് മുകളിലാണ്. അവർക്ക് അത് അവകാശപ്പെടാനും പറ്റും. കാരണം ബോളിംഗ് ഇനിയുള്ള മത്സരത്തിലാണെങ്കിൽ പോലും നമ്മൾ ഹൈദരാബാദിന്റെ കാര്യം ഇപ്പൊ ലിജിൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 300 റണ്ണൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അപ്പോഴിവിടെ ബോളിംഗ് ബോളിംഗ് ആണ് പ്രശ്നം. ഇനിയിപ്പോ ആദ്യം മത്സരം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു നല്ലൊരു മത്സരമാണ് RCB ഹൈദരാബാദ് തുടക്കം നൽകിയത്. ഇനി വരും മത്സരങ്ങളിൽ ഹൈദരാബാദിനെ സംബന്ധിച്ച് അവരുടെ ബോളിംഗ് കഴിഞ്ഞ തവണത്തെ പോലെ ആവർത്തിക്കില്ല. കാരണം കഴിഞ്ഞ തവണത്തെ അതേ രീതി ഇത്തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്തവണ നിരാശ തന്നെ ആയിരിക്കും ഫലം. അവർക്ക് കഴിഞ്ഞ തവണ വെല്ലുവിളിയായത് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഈ തവണ ആദ്യ മത്സരത്തിൽ നിന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തവണ ആദ്യ മത്സരത്തിൽ തന്നെ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. കാരണം ദേവത്ത് പടിക്കൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് പോലും വലിയ രീതിയിൽ മികച്ച രീതിയിൽ ആക്രമണ ബാറ്റിംഗ് നടത്താൻ സാധിക്കുന്നുണ്ട്. ആദ്യം പവർ പ്ലേ തന്നെ, അതിനൊപ്പം തന്നെ കോഹ്ലിയുടെ ഇന്നിങ്സ് അവിടെ കാണുന്നുണ്ട്. അത് ഹൈദരാബാദിന്റെ ഒരു ബോളിങ്ങിന്റെ ഒരു വീഴ്ചയാണ് അവിടെ കാണുന്നത്. ഇനി മുന്നോട്ടുള്ള മത്സരം ഈ ഹൈദരാബാദിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആവും എന്നൊക്കെ പറയാം. കാരണം അവരുടെ ബോളിംഗ് എത്രത്തോളം വീക്കാണ്. അവിടെ അവർക്ക് ഈ ബാറ്റിങ്ങിൽ വലിയ സ്കോർ നേടാൻ സാധിച്ചാലും ഈ
ഈ എതിർ ബാറ്റ്സ്മാരെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു സ്പിന്നർമാരില്ല, അല്ലെങ്കിൽ നല്ലൊരു പേസ് ബോളർമാരില്ല എന്നുള്ളൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. അത് എത്രത്തോളം പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഇഷാൻ കിഷനെ സംബന്ധിച്ച് സമ്മർദ്ദത്തിലാക്കുന്ന കാര്യം തന്നെയാണ്. അത് പരിഹരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അത് ഇല്ലാതെ പോകാൻ ഈ പറഞ്ഞ ബാറ്റിംഗ് വെടിക്കെട്ടും ബാറ്റിംഗ് വിസ്മയം നമുക്ക് വെടിക്കെട്ട് ആരാധകർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മത്സരഫലം എതിരായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈദരാബാദിനും എനിക്ക് ബംഗളൂരു തോന്നുന്നു. ബംഗളൂരു ഇപ്പം കോഹ്ലി പഠിക്കൽ ആ ഒരു ടീമിനെ മാത്രം ആശ്രയിച്ച് അധികം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കോഹ്ലി ഫോം ഔട്ടായിരുന്നു പോകുന്നത്. കഴിഞ്ഞ സീസൺ കണ്ടാണ്. ഈ സീസൺ നമ്മൾ അങ്ങനെയൊന്നും പറയാനായിട്ടില്ല, ഫസ്റ്റ് മത്സരം മാത്രമാണ്. പക്ഷേ എങ്കിൽ കൂടി കോഹ്ലി അത് നൽകുന്നുണ്ടെങ്കിൽ സന്തോഷമാണ്. അവിടെയും ബോളിംഗ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ 200 വഴങ്ങുന്ന ഒരു ടീമാണ്. ഡെഫിയെ മാറ്റി നിർത്തിയാൽ ബംഗളൂരുവിനും ബോളിംഗിൽ ചില ആശങ്കകൾ ഉണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമേ രണ്ട് ടീമിനും നമുക്ക് കൃത്യമായി വിലയിരുത്താൻ വേണ്ടി പറ്റൂ. പക്ഷേ മികച്ചൊരു മത്സരം കാണാൻ വേണ്ടി പറ്റി. കോഹ്ലിയുടെ വെടിക്കെട്ട് കാണാൻ വേണ്ടി പറ്റി. ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടി പറ്റി. നല്ലൊരു മത്സരം, നല്ല ആവശ്യത്തിന് തുടക്കം വേണ്ടി നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്.